വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് പഴം കൊത്താണ്. 4 പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായി മുറിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 6 സ്പൂൺ പഞ്ചസാര ഇടാം. 5 ഏലക്കായ, 2 മുട്ട, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മറ്റൊരു ബൗളിലേക്ക് 1.5 കപ്പ് മൈദ ചേർക്കാം. 2 സ്പൂൺ അരിപ്പൊടി, 5 സ്പൂൺ പഞ്ചസാര, 1 നുള്ളുപ്പ്, 1 നുള്ള് മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലൊരു തിക്ക് ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ദോശമാവ് ചേർക്കാം. അപ്പത്തിൻ്റെ മാവ് ചേർത്താലും മതി. ഇങ്ങനെ നമ്മൾ ദോശമാവ് ഇടുമ്പോൾ നമ്മൾ സോഡാപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. നല്ല പൊങ്ങി വരും നമ്മളുടെ മാവ്. ഇനി നമുക്ക് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിക്കാം. വേണമെങ്കിൽ ഓയിലും ഒഴിക്കാവുന്നതാണ്. അതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചേർക്കാം. ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യാം. കുറച്ച് കിസ്മിസ് ഇടാം. വേണമെങ്കിൽ കാഷ്യൂനട്ടും ചേർക്കാവുന്നതാണ്. 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച മുട്ടയും പഞ്ചസാരയും ഏലക്കയും ചേർക്കാം. വെജിറ്റേറിയൻസിന് മുട്ട സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യാം. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പഴം ചേർക്കാം. ഇനി 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം പഴം ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി മാറ്റി വെക്കാം. ഇനി നമ്മൾ പഴം തണുത്തതിന് ശേഷം ഓരോ ചെറിയ ചെറിയ ബോളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയെല്ലാം ബോൾ ഷേപ്പ് ആക്കാം. പഴുത്ത പഴമായതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. പാനിൽ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ഓരോന്ന് മൈദ മിശ്രിതത്തിൽ മുക്കി എണ്ണയിലേക്ക് ഇടാം. ലോ ടു മീഡിയം ഫ്ലെയിമിലേക്കാണ് ഇടേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അങ്ങനെ ഓരോന്ന് ഗ്യാപ്പ് ഇട്ട് ഇടാം, പൊട്ടിപ്പിടിക്കാത്ത രീതിയിൽ. ഒരു സൈഡ് മൊരിയുമ്പോൾ ഒന്ന് മറിച്ചിടാം. ഇപ്പം നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ഏലക്കായയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്കത് ഊറ്റിയെടുക്കാം. ഇനി ഊറ്റിയെടുത്തത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മളുടെ പഴം കൊത്ത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.